ഇന്ന് നമ്മുടെ ധ്യാന വിഷയമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് കാലത്തിന്റെ അടയാളങ്ങൾ എന്നതാണ്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് ഇതിന് അടിസ്ഥാനമാക്കിയുള്ളത്. യേശു കർത്താവ് നടത്തിയ അവസാന നാളുകളെക്കുറിച്ചുള്ള പ്രവചനമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാവുന്നത്. ക്രിസ്തു ശിഷ്യർക്കുണ്ടാകുന്ന കഷ്ടതകളാണ് അവസാന നാളുകളുടെ പ്രത്യേകത. അതിനിടയിൽ ജാഗ്രതയോടും ഉറപ്പോടും വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ കർത്താവ് ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രാരംഭവാക്യത്തിൽ ദൈവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് യേശു മുൻകൂട്ടി പറയുകയും മിശിഹ എന്ന് അവകാശപ്പെട്ട് അനേകം വ്യാജ പ്രവാചകന്മാരാൽ വഞ്ചിക്കപ്പെടരുതെന്നും തന്റെ ശിഷ്യർക്ക് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു. കാലത്തിന്റെ അടയാളങ്ങൾ വിവേചിച്ചറിയാൻ നമുക്ക് ഇടയാകണം. കഷ്ടതയുടെ മുഖത്ത് സഹിഷ്ണുത കാണിക്കേണ്ടതും ഈ നാളുകളിൽ അത്യാവശ്യമാണെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. തന്റെ 2ാം വരവിന് മുൻപ് യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉൾപ്പെടെ വരാനിരിക്കുന്ന കഷ്ടതകളെക്കുറിച്ച് യേശു പ്രവചിച്ചു. എന്നാൽ ഈ പരിശോധനകൾക്കിടയിലും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്ന് അവൻ തന്റെ ശിഷ്യന്മാർക്ക് ഉറപ്പു നൽകുകയാണ്. ജീവിതത്തിൽ വെല്ലുവിളികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടെ തളർന്നു പോകാതെ ക്ഷമയോടും സഹിഷ്ണുതയോടും വിശ്വാസം കാത്തു സൂക്ഷിച്ച് ക്രിസ്തുവിന്റെ ശോഭയുള്ളവരായി നമുക്ക് മാറണം. ക്രിസ്തു സഹിച്ച കഷ്ടതകളെ ധ്യാനിക്കുന്ന ഈ സമയങ്ങളിൽ അവൻ നൽകിയ മുന്നറിയിപ്പുകളെ ശ്രദ്ധിക്കുകയും നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി ധൈര്യത്തോടെയും പ്രത്യാശയോടെയും ആയിരിക്കാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. കാലത്തിന്റെ അടയാളങ്ങൾക്കിടയിൽ കാലാതീതമായ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ സത്യത്തിൽ നമുക്ക് നമ്മുടെ പ്രത്യാശ ഉറപ്പിക്കാം. അവന്റെ മടങ്ങി വരവിനായി നാം കാത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിത പ്രതിസന്ധികൾക്കിടയിലും നമുക്ക് കൈമുതലായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.